പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കർത്താവദാസൻ റോയ് ഷാമുൽ പാസ്റ്ററാണ്. കർത്താവദാസൻ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് മെൽബണിൽ സീനിയർ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ദൈവദേശത്ത് കഴിഞ്ഞ 16 വർഷക്കാലം കർത്താവദാസനെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രത്യേക കർത്താവദാസനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഖമായിട്ടിരിക്കുന്നു മാസ്റ്ററെ? ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു, ക്ഷേമമായിരിക്കുന്നു. പിന്നിട്ട വഴികൾ എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും പാസ്റ്ററോടൊപ്പം ആയിരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവദാസനൊരു അല്പമായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. കർത്താവദാസന്റെ അനുഭവങ്ങൾ, കർത്താവ് നടത്തിയ വഴികൾ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും. ദൈവകൃപയാൽ ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെടാൻ കർത്താവ് കൃപ നൽകി. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവ് ചർച്ച് ബോർഡിനോടനുബന്ധിച്ച് ഒരു പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പാസ്റ്റനേജിൽ ആ നിലയിലാണ് ഞാൻ ജനിച്ച് വളർന്നു വന്നത്. എനിക്ക് ഒരു ബ്രദറുണ്ട്. അദ്ദേഹം ഇപ്പോൾ കുടുംബമായിട്ട് UK കർത്താവിൻ്റെ വേലയിലും അതോടൊപ്പം തന്നെ ജോലിയോടും ഉള്ള ബന്ധത്തിലായിരിക്കുന്നു. സഭാ അന്തരീക്ഷത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെടാനിടയായിത്തീർന്നത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നതിനും എല്ലാ മീറ്റിങ്ങുകളിൽ കടന്നു പോകുവാനും ഇടയായി. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തിൽ തന്നെ അനേക ദൈവദാസന്മാർ എന്നോടായിട്ട് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവിൻ്റെ വേല ചെയ്യണം, ദൈവവേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നതുകൊണ്ടും സഭാ അന്തരീക്ഷത്തിൽ കണ്ടു കേട്ട് വളർന്നു വന്നതുകൊണ്ടും ഒരിക്കലും ഒരു പാസ്റ്ററായിട്ട് ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അത് കിരൺ പാസ്റ്റർക്ക് മനസ്സിലാകും. കാരണം എല്ലാ പാസ്റ്റേഴ്സിൻ്റെ മക്കളും സാധാരണഗതിയിൽ പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിക്കുകയും എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി ഇറക്കുകയും ചെയ്തത്, ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്കൊരല്പമായ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പഠിച്ച് ഒരു ചെറിയ ജോലിയോടനുബന്ധിച്ച് ഗൾഫിലെങ്ങാനും പോയി അവിടെ ആയിരിക്കുമ്പോൾ പാർട്ട് ടൈം ചർച്ച് മിനിസ്ട്രിയോ കാര്യങ്ങളോ ചെയ്യുക, അവിടെയുള്ള സഭകളോട് ചേർന്ന് വർക്ക് ചെയ്യുക, ഇതായിരുന്നു എൻ്റെ താല്പര്യം. എന്നാൽ ഞാൻ ഈ 1 year ഇലക്ട്രോണിക്സ്, പിന്നെ അതിന് ശേഷം ഒരു എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എന്നീ കോഴ്സ് യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം ഈ ഇൻവെർട്ടർ, അതായത് നമ്മുടെ ഈ കറണ്ടൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കറണ്ട് ലഭിക്കുന്ന ഇൻവെർട്ടർ കമ്പനിയിൽ എറണാകുളത്ത് ജോലിയോടനുബന്ധിച്ച് ആയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ദൈവാത്മാവ് എന്നോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പല പ്രവാചകന്മാർ പ്രവചന ശബ്ദമായി പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കർത്താവിൻ്റെ വേല ചെയ്യണം. പക്ഷെ അന്നേരമൊക്കെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യണത് നല്ല കാര്യമാണ്, അതിനുള്ള പ്രതിഫലം വലുതാണ്. പക്ഷേ അതിലുപരിയായി ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ മാനസികമായി തകർന്നു പോകുമോ, അടുത്തൊരു വിഷയത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു വിഷമമുള്ളത് കൊണ്ട് ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചാൽ, ദൈവശബ്ദം ഞാൻ നേരിട്ട് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങും എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ചർച്ചകോളിൽ വാര്യാപുരം ചർച്ചകോളിലായിരിക്കുന്ന സമയത്ത് ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വാര്യാപുരം യോനാച്ചായൻ, അദ്ദേഹം പല പ്രാവശ്യം എന്നോട് ദൈവീയ ആലോചന കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ തന്നെ എറണാകുളത്ത് ജോലി കഴിഞ്ഞ് വീക്കെൻഡിൽ വാര്യാപുരം ചർച്ചിൽ എത്തിയ സമയത്ത് അവിടെ വെച്ച് ദൈവദാസൻ എന്നോട് പറഞ്ഞു, പല പ്രാവശ്യമായി ഞാൻ നിന്നോട് ദൈവീയ ആലോചന അറിയിക്കുന്നു, പലപ്പോഴായി ഞാൻ നിന്നോട് കർത്താവിൻ്റെ വേല ചെയ്യാൻ പറഞ്ഞു, പക്ഷേ നീ ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ മാരകമായ രോഗത്തിലാക്കി ശിക്ഷിക്കും, നിനക്ക് പകരം ഞാൻ വേറൊരാളിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. കാരണം ദൈവം എന്നെ ശിക്ഷിക്കാനായി പോകുന്നു, എനിക്ക് പകരം വേറൊരാളിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഞാൻ അവിടെ വെച്ച് സകല എൻ്റെ പരിപാടികൾ ക്യാൻസൽ ചെയ്തിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ 1995 to 1998 തൊണ്ണൂർ ബദേൽ ബാർ കോളേജിൽ കടന്നുപോയി MD ഡിഗ്രി എടുക്കാൻ ദൈവത്തിൻ്റെ കൃപയാലിടയായി. അങ്ങനെയാണ് ഞാൻ ചർച്ച് മിനിസ്ട്രിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് മിനിസ്ട്രി ലെവലിലേക്ക് ഒന്ന് ഇറങ്ങാനിടയായി.
അവിടെ മുതൽ ദീർഘവർഷങ്ങളായി ഇപ്പോൾ കർത്താവ് ഒരു വേലയിലായിരിക്കും. ഒരു പാസനേജിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആരും ഞാൻ പലരുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരു യാതൊരു കാരണവശാലും കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ അതിലത്ര വലിയ സന്തോഷം തോന്നാറില്ല. എങ്കിലും ദൈവം അങ്ങനെ ഒരു അനുഭവം തന്നു. അപ്പോൾ ദൈവാത്മാവ് അത്രത്തോളം ഒരു കൺഫർമേഷൻ തന്നതുകൊണ്ട് ആണല്ലോ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. അത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു യാത്രയിൽ കർത്താദാസൻ ചിന്തിക്കുമ്പോൾ വളരെ എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ആത്മീയ അനുഭവം, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഡയറക്റ്റായിട്ട് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ, ഇങ്ങനെ ഒരു വിഷയത്തിൽ കർത്താവിനെ കരുതി, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും കാണുമല്ലോ വേഗത്തിൽ ദൈവം കരുതിയ ഒരു വിഷയം ഓർക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ചർച്ച് മിനിസ്ട്രിയിലേക്ക് കയറി. അതിനുശേഷം 2-3 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പാലകളിലൊക്കെ കർത്താവിൻ്റെ വേലയിലായിട്ട് പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുടുംബമായിട്ട് UK ഏതാണ്ട് 5 വർഷത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മാഞ്ചസ്റ്ററിൽ മഹനീം പെന്തക്കോസ്റ്റൽ ചർച്ച് എന്നറിയപ്പെടുന്ന, ഇപ്പോഴും ആ ചർച്ച് അവിടെ ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ ബിജു ചെറിയാനാണ് ഇപ്പോൾ അവിടെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. ആ ചർച്ചിൽ ഉണ്ടായ ഒരു വിഷയമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പാസ്റ്റർ ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ വന്നത്. അവിടെ 5 കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരുന്ന 5 കുടുംബങ്ങളുണ്ടായിരുന്നു. നിരന്തരമായി അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഇന്നേക്കൊരു 16 വർഷങ്ങൾക്ക് മുമ്പ്, ആ സമയത്തെല്ലാം ഈ കുടുംബങ്ങളെ എന്നും എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ ചിലരൊക്കെ ഒരു 40s and 45 ആ ഏജ് വരെ ഒക്കെ ഉള്ളവരാണ്. ദൈവവചനത്തെ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ അബ്രഹാമിനും സാറയ്ക്കും ഒക്കെ പ്രായം കഴിഞ്ഞിട്ട് ഇനിയും പുത്രോത്പാദനത്തിന് അവർക്ക് കഴിയുമോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന സമയങ്ങളാണ്. പക്ഷെ അവരോടെല്ലാം ഉപവാസ പ്രാർത്ഥനകളിലും ദൈവദാസന്മാർ വരുമ്പോഴും ഒക്കെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവം മക്കളെ നൽകും, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അവരെ ഓർപ്പിക്കുകയും ആ വചനം തന്നെ ഞാൻ അവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവരോടും പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവദാസനെ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത്, ആ 5 കുടുംബങ്ങൾക്കും 2-3 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. അങ്ങനെ തലമുറകൾ, അതിൽ ചിലരെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് അവർ വന്നതിന് ശേഷം അവരെ കാണാൻ കഴിഞ്ഞു. ഞാനിവിടെ വന്നതിന് ശേഷം ഇതുവരെ UK പോയില്ല. അതുകൊണ്ട് ഇപ്പോഴും UK ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ 5 കുടുംബങ്ങൾക്കും ദൈവം തലമുറകളെ നൽകി. അത് എന്നെ ആത്മീയമായിട്ട് ഒത്തിരി ബലപ്പെടുത്തിയ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ ദൈവം മറുപടി കേൾക്കുമെന്നും എൻ്റെ കേൾവിക്കാരോട് ഞാൻ പ്രത്യേകം പറയട്ടെ. നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും ഒരുപക്ഷെ നിരന്തരമായി നീണ്ടുപോകുന്ന പ്രാർത്ഥനകളായിരിക്കാം. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ചില തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ ജനിച്ച തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ കരം, ആ കരുതുന്ന കരം അനുഭവിച്ചറിയാനിടയായി. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ മിനിസ്റ്ററോടനുബന്ധിച്ചു. അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന, നമ്മൾ കർത്താദാസനിലൂടെയാണെങ്കിലും ആ ഭവനങ്ങളിൽ പറഞ്ഞ ആ വാക്യങ്ങൾ തന്നെ ദൈവം അതിൻ്റെ ആ പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളം തീർച്ചയായിട്ടും നമ്മുടെ ഫെയ്ത്തിനെ ഒന്നും കൂടി കൺഫേം ചെയ്യുന്ന അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പം ആ സമയത്ത് കർത്താദാസൻ UK ഞാൻ അവിടെ UK ഈ വിഷയം മുൻപോട്ട് വരുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം ശരിക്കും ഞാൻ ആ ചർച്ചിൽ 2 വർഷമായി പാസ്റ്ററായിട്ട് ഇരുന്നുള്ളൂ. ബാക്കി സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ബ്ലാക്ക്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഒരു ലൊക്കേഷനിൽ കുറച്ച് പേരുമായിട്ട് ഞങ്ങളൊരു മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് മാഞ്ചസ്റ്ററിൽ ഈ മഹനീം പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ഒരു പാസ്റ്റർ ഇല്ല, ഉള്ള ആള് നാട്ടിൽ നിന്ന് വന്ന ഒരു ടെമ്പററി ആയിട്ട് നിന്നൊരു പാസ്റ്ററാണ്. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഫുൾ ടൈം ചർച്ച് പാസ്റ്ററുടെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു ആവശ്യകത ചർച്ചുകാർ എന്നോട് പറയുന്നത്. ആ ചർച്ചിലുള്ള ചിലരെ എനിക്ക് നേരത്തെ അറിയാം. അവർ വന്ന് എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ പാസ്റ്റർ ജോക്കുര്യൻ വഴി ഞാൻ ആ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നത് വരെയുള്ള 2 വർഷം മാത്രമേ ഞാൻ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇരുന്നുള്ളെങ്കിലും വലിയ ആത്മീയ വളർച്ച അവിടെ കാണാൻ കഴിഞ്ഞു. ആ സമയത്താണ് ഈ 5 കുടുംബങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നതും അവരെ ദൈവവചനത്താൽ ഉറപ്പിക്കാൻ കഴിഞ്ഞതും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഫലം കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം.
നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണെന്ന് വീണ്ടും ഓരോ അനുഭവങ്ങളിലും ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കർത്താദാസൻ അതിനുശേഷം ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 16 വർഷം. അപ്പൊ ഇവിടുത്തെ ഒരു മിനിസ്ട്രിയെ കുറിച്ച് 2 വാക്ക് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഉടൻ തന്നെ ഒരു ചർച്ച് മിനിസ്ട്രിയിലേക്ക് പോകാതെ ഒരു അല്പകാലം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാസ്റ്ററോടൊപ്പം ചേർന്ന് നിൽക്കുക. എനിക്ക് തോന്നുന്നു പാസ്റ്റർ കിരണും ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. ഏകദേശം ഒരു 6 മാസക്കാലം പിന്നെ വിക്ടോറിയ സ്റ്റേറ്റിൽ ഡാൻഡിനോഗിലുള്ള എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി ആ ചർച്ചിനോട് ചേർന്ന് ഞാൻ അവിടെ കടന്നു പോവുകയും പാസ്റ്റർ വിൽസ് തോമസ് അദ്ദേഹമായിരുന്നു അവിടുത്തെ പാസ്റ്ററായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചേർന്ന് ആ ചർച്ചിൽ ആവശ്യമായ ശുശ്രൂഷകൾക്ക് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പോവുകയായിരുന്നു. എന്നാൽ ഈ പൊക്കോണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ പിന്നെ ഈ മെൽബണിൻ്റെ നോർത്ത് ഭാഗത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ അവിടുന്ന് ഈ ഡാൻഡിനോ ഏരിയയിലേക്ക് 1 hour ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്താൽ തന്നെ പോകാൻ സമയമെടുക്കും. ഒരു 70 കിലോമീറ്റർ ദൂരമാണ്. ഞങ്ങൾ പലപ്പോഴും ആ സമയം UK നിന്ന് വന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഒരു കാർ എടുത്തില്ല. ഒരു 3 months കഴിഞ്ഞിട്ടാണ് കാർ എടുത്തത്. അപ്പം ഈ നോർത്ത് ഏരിയയിൽ നിന്ന് എന്നോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന പലരും ഉണ്ട്. അവർ ഞങ്ങളിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മെട്രോ ട്രെയിൻ എടുത്താണ് ഞങ്ങൾ ഈ ഡാൻഡിനോ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പാലക്കാരനായ പ്രിൻസ് എന്നൊരു ദൈവാസൻ അദ്ദേഹം എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ UK കർത്താവിൻ്റെ വേല ചെയ്ത ഒരാളാണ്, നമുക്കിപ്പോൾ നോർത്തിൽ ഒരു ചർച്ചില്ല, നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് യാത്ര ചെയ്ത് പോവുകയാണ്, അപ്പോൾ പാസ്റ്റർ ഇവിടെ ഒരു ചർച്ച് തുടങ്ങിയാൽ നന്നായിരിക്കും. അങ്ങനെ അദ്ദേഹം പല പ്രാവശ്യം എന്നെ എൻകറേജ് ചെയ്തതിൻ്റെ അനന്തരഫലമായി ഞാനൊരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ഞാനിങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ മധ്യേ നിന്ന് ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ അവിടെ പോകുന്ന ചിലരും അവിടെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ഈ വേറെ ചർച്ച് മിനിസ്ട്രി തുടങ്ങാനുള്ള ടൈമായി. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 months ആയി. 2010 പുതിയ ചർച്ച് ഞങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. January 3 കൃത്യമായ ഡേറ്റ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ചർച്ച് മിനിസ്ട്രി ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഈ പ്രിൻസ് എന്ന പ്രിയപ്പെട്ടവൻ എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമസിച്ചിരുന്ന റെന്റഡ് വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മയെ കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഈ കണ്ടതായ വിഷൻ, ഈ സ്വപ്നം ഞാൻ ഈ ബിൽസ് പാസ്റ്ററോട് ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, റോയ് പാസ്റ്ററോട് ഞാനിത് അങ്ങോട്ട് പറയാനിരുന്ന കഴിഞ്ഞ 6 മാസമായിട്ട് പാസ്റ്ററോട് വരുന്നു, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു, എന്നാൽ നമുക്കൊരു ചർച്ച് നോർത്തിൽ ഉണ്ടാകണം. അത് സിറ്റിക്ക് ഇപ്പുറത്തായിട്ട് എയർപോർട്ടിനൊക്കെ അടുത്ത് വരുന്ന സ്ഥലമാണ്, മെൽബൺ എയർപോർട്ടിനൊക്കെ അടുത്ത് വരുന്ന സ്ഥലമാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം. അവിടെ നമുക്കൊരു മിനിസ്ട്രി തുടങ്ങാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞതിൻ്റെ അനന്തരഫലമായി ഞാൻ ഈ പറഞ്ഞ 2-3 കുടുംബങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഈ 2010 January 3 ഞങ്ങൾ അവിടെ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു ചെറിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് ഗ്രാജുവലി ഒരു ചർച്ചായിട്ട് മാറി. ഒരു 12 years ഞാൻ അവിടെ എബനേസർ സിറ്റി ചർച്ച് എന്ന പേരിലുള്ള ഇപ്പോഴും അവിടെയുള്ള ആ ചർച്ചിൽ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു. അറൗണ്ട് 45 ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നേക്കൊരു 4 years ബാക്ക് ഞാൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന പേരിലുള്ള ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. എൻ്റെ വൈഫ് ആനി റോയ് അവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മകളും കുടുംബവും ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ അവിടെ സഹകരിക്കുന്നു. 2ാമത്തെ മോള് ലോയ്ക്ക് 2nd year പഠിക്കും. അതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. കർത്താദാസന്റെ ഇപ്പം ദീർഘവർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ അനുഭവങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പഴയ ആ ഒരു കാലമല്ല, ഇപ്പോൾ UK ഉണ്ടായിരുന്ന ആ ടൈമിലുണ്ടായിരുന്ന ഒരു രീതിയിലായിരിക്കില്ല ഇപ്പോഴത്തെ ഒരു ദൈവമക്കളെ, ഒരു ഗ്രൂപ്പ് ഓഫ് ദൈവജനത്തെ കേറ്റർ ചെയ്യുന്നതും അവരെ ഇപ്പം ഈവൻ ഒരു ചർച്ചിൻ്റെ യൂത്ത് മിനിസ്ട്രി വരെയും ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം കർത്താദാസന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇതുമായിട്ട് നമ്മളെപ്പോഴും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക ചെയ്യാറുണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെ പഠനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പുതിയൊരു മാറ്റം എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഞാൻ എൻ്റെ ചർച്ച് മിനിസ്ട്രിയിൽ ഇപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് ചർച്ച് ബോർഡിൻ്റെ ചുരുളിക്കോട്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ചുരുളിക്കോട് ചർച്ച് ബോർഡിൽ പാസ്റ്ററായിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ വൈഫ് UK കടന്നു പോകുന്നത്. അങ്ങനെ UK ചെന്ന സമയത്ത് അവിടെ മഹനീയം പെന്തക്കോസ്റ്റൽ ചർച്ചിൽ അവിടെ കുറച്ച് നാളുകൾ പാസ്റ്ററായിട്ടിരുന്നു. അനന്തരമായി ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം മെൽബണിൽ 2 ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 4 ചർച്ചിൻ്റെ
പാസ്റ്ററായിട്ട് കഴിഞ്ഞ 25 ഇയേഴ്സിൽ ചർച്ച് മിനിസ്ട്രിയിലുള്ള സമയത്ത് ദീർഘകാലത്തെ ഒരു അപ്പൊ അത്രയും നാളില് ഞാനൊരു ബൈബിൾ കോളേജ് ടീച്ചറും കൂടെ ആയിരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും ഉള്ളൊരു താല്പര്യം വല്ല വിധേനയും നമുക്ക് മറ്റുള്ളവരെ വളർത്തിയെടുക്കണം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഏത് നിലയിൽ അവരുടെ ഇടയിൽ പ്രയോജനപ്പെടാമെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഏത് വിധേനയും അവർക്ക് മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ദൈവകൃപയാൽ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ചർച്ചിലെ യൂത്തിനിടയിൽ തന്നെ ഒരു പ്രത്യേക മീറ്റിംഗ് ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. സോൾട്ട് ആൻഡ് ലൈറ്റ് എന്ന പേരിട്ടിട്ട് അവർ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന മീറ്റിംഗ്സ് ആണത്. ആ മീറ്റിംഗ്സിൽ അവർ തന്നെ ടൈം കിട്ടുമ്പോൾ മാറി മാറി ദൈവവചനം ഷെയർ ചെയ്യുന്നു. ഒരല്പസമയം അവർ വോർഷിപ്പിന് വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല യങ്സ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി യൂത്ത് ക്യാമ്പുകൾ ഞങ്ങൾ ക്രമീകരിക്കാറുണ്ട്. പുറത്തുനിന്ന് പാസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവർ വന്ന് മിനിസ്ട്രി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യങ്സ്റ്റേഴ്സിനെ വളർത്തിയെടുക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ബൈബിൾ ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കത് വളരെ സന്തോഷകരമായ ഒരു ഫ്യൂച്ചർ ചേർച്ച് എന്ന് പറയുന്നതും അപ്കമിങ് ജനറേഷൻ ആണ്. തീർച്ചയായും അതെപ്പോഴും ഞാനും എൻ്റെ മനസ്സിൽ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ കാലശേഷം ഇവരാണ് ഇനി ചർച്ചിന്റെ ബാക്ക് ബോൺ. അതുകൊണ്ട് ഇവരെ വളർത്തിയെങ്കിൽ മാത്രമേ ഈ ചർച്ച് വീണ്ടും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് അവരെ കൈപിടിച്ച് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ശേഷം ഒരു യോശുവ എന്ന് പറയുന്നത് പോലെ കുറച്ച് പേരെ ആ നിലയിൽ വളർത്തിയെടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും അത് ചെയ്തു വരുന്നു. അത് ശരിക്കും അങ്ങനെ ആ ഒരു വിഷൻ ഉള്ള ഒരു ദൈവദാസൻ എന്ന് പറയുന്നത് ഒരു ചർച്ചിന് പേഴ്സണലി ഒരു ചേർച്ചിന് മൊത്തത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ വരുന്ന ആ ചേർച്ചിലിരിക്കുന്ന അടുത്ത ജനറേഷൻ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അത് കർത്താവിന്റെ ഞാനിത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് സഭകളിൽ അത് ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചുള്ള 2 വാക്യം പറയാം. ഞാൻ ചില ദൈവദാസന്മാരായിട്ട് ഈ വിഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അന്നേരം അവർ പറയുന്നത്, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ഒരാളിനെ വളർത്തിക്കൊണ്ട് വന്നാൽ സഭ പൊട്ടിച്ച് അദ്ദേഹം കൊണ്ട് വേറൊരു സഭ തുടങ്ങിയല്ലേ. ഇത് ഇന്ന് പെന്തക്കോസ്റ്റ് ചർച്ചകളിലൊക്കെ കാണുന്ന ഒരു വിഷയങ്ങളുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരു സഭ നടത്തിക്കൊണ്ട് പോകുന്നതിന് വിഷമം ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്കറിയാം. അവരോട്ട് ഒരു സഭ തുടങ്ങട്ടെ, അവര് കർത്താവിന്റെ വേലയല്ലേ ചെയ്യുന്നത്. വേറൊരു ചർച്ച് തുടങ്ങിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഒരു ചർച്ച് തുടങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഒരു പാസ്റ്ററായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് നോക്കുമ്പോൾ നല്ല രസമാണെങ്കിലും ഇത് ശരിക്കും വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു വിഷയമാണ് അവരെ ആ ചർച്ച് മിനിസ്ട്രി എന്നുള്ളത്. അവർ ഇതിലേക്ക് വന്നാലേ മനസ്സിലാവും. പിന്നെ തന്നെയല്ല, കർത്താവിന്റെ വേലയല്ലേ. ഇവിടുന്ന് കുറച്ചുപേര് പോയാലും ദൈവം നമുക്ക് ആത്മാക്കളെ തരും. നമ്മൾ വിശ്വസ്തമായിട്ട് നിന്നാൽ മതി. അവരും പോയി വേറൊരു ചർച്ച് തുടങ്ങട്ടെ. ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഉത്സാഹത്തോടെ കുറച്ചുപേരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ആദ്യകാലത്തെങ്കിലും കുറച്ചെങ്കിലും അവരും പ്രവർത്തിക്കുമല്ലോ എന്ന് ഞാൻ പറയാറുണ്ട്. ഒരിക്കലും ദൈവസന്നിധി വിട്ടുപോകുന്നില്ലല്ലോ. അതൊരു നല്ലൊരു കാഴ്ചപ്പാടാണ്. കാര്യം ഇന്ന് പലരും ഈ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇവര് പൊട്ടിച്ച് വേറെ തുടങ്ങുമല്ലോ എന്ന് പറയുന്നവർ അവരുടെ പെയിനും നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദേവസ്വന്മാരുടെ ഹൃദയത്തിന് ഭാരം ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇങ്ങനെ പക്ഷെ പറഞ്ഞ ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ അങ്ങനെ കണ്ടെങ്കിൽ ഭാരം ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുന്നത്, ഇതിനകത്തൊരു വിഷമം ഉണ്ടാകാതെ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വളർത്തുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഇടയായി. തീർച്ചയായിട്ടും. അതുപോലെ കർത്താവിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിക്കാൻ തോന്നിയൊരു കാര്യം, ഈ ഞാൻ കുടുംബത്തെക്കുറിച്ച് അധികം കർത്താവിനെ പറഞ്ഞു, വൈഫും 2 കുഞ്ഞുങ്ങളുമാണ്. അപ്പൊ ഈ ശുശ്രൂഷയും അതുപോലെ തന്നെ ഫാമിലി ലൈഫും, അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പുതിയ ജനറേഷന് കിട്ടേണ്ട ഒരു വലിയ മെസ്സേജാണ്. അപ്പോൾ ഒരുപാട് പേര് ശുശ്രൂഷയിലേക്ക് വരാനൊക്കെ താല്പര്യപ്പെടുകയും ഉത്സാഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ആ ഫാമിലിയും അവരുടെ മിനിസ്ട്രീസും രണ്ടും കൂടി ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇത്രയും അനുഭവമുള്ളൊരു ദേവാസന നിലയിൽ കർത്താവിദാസൻ എന്താണ് ഒരു മെസ്സേജ് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളിനോട്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന ഒരു യൗവനക്കാരനോട്, അല്ലെങ്കിൽ ഒരു പുതിയ ഫാമിലി അപ്കമിങ് ഒരു പ്രീച്ചറിനോട് എന്താണ് കർത്താവിദാസൻ പറയാൻ? ഫാമിലി ലൈഫ് എപ്പോഴും നമുക്ക് സപ്പോർട്ടീവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ചർച്ച് മിനിസ്ട്രി അനുഗ്രഹമായി തീരുകയുള്ളൂ. ദൈവകൃപയാൽ എൻ്റെ ഫാമിലി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മിനിസ്ട്രിയിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളും കൊയറിൻ്റെ പാർട്ടാണ്. ഒരാൾ കീബോർഡ് വായിക്കുന്നു, 2 പേരും നന്നായിട്ട് പാട്ട് പാടും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കൊയറിൽ 2 പേരും ഉണ്ട്. ഇളയമോളാണ് ഗിറ്റാർ വായിക്കുന്നു. അപ്പം ഈ കോവിഡ് സമയത്തൊക്കെ
ഞങ്ങൾ വീട്ടിൽ തന്നെ ചർച്ച് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് മെസ്സേജ് കൊടുക്കുകയും നമ്മൾ കൊയറായിട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ, എൻ്റെ വൈഫും അത്യാവശ്യം പാട്ടൊക്കെ പാടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് അധികം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റാത്ത ആ സിറ്റുവേഷനിൽ പോലും കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഫാമിലിയുടെ സപ്പോർട്ടോടെ കഴിഞ്ഞു. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ചലഞ്ചസ് അനുഭവിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും കുടുംബത്തിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കിട്ടാതെ വരുന്ന ലെവലിൽ ദൈവദാസന്മാർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ കഴിയുന്നത് ഇതാണ്: കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി അത് പേഴ്സണലാണ്. അതായത് വ്യക്തികളെയാണ് കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. എൻ്റെ മേലൊരു വിളിയുണ്ടെന്നും ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേ നിലയിൽ ഒരു വിളി ആയിരിക്കത്തില്ല എൻ്റെ വൈഫിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ട് പോവുകയാണെങ്കിൽ, അല്ലെ അവരെ കൂടെ ആ ലെവലിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഫുൾ ടൈം ജോലിയോടനുബന്ധിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ചലഞ്ചുകൾ ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ടൈം ചർച്ച് മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നു, ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ, ചർച്ചിലേക്ക് പോകാൻ, ചർച്ചിലെ കാര്യങ്ങൾ ചെയ്യാനെല്ലാം ആവശ്യത്തിന് സമയം കിട്ടുന്നു. അതൊരു പ്രധാന കാര്യമാണ്. പക്ഷേ എപ്പോഴും ഇപ്പോഴും എല്ലാ സാഹചര്യത്തിലും എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. പിന്നെ ഓരോരുത്തരുടെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് അവരെ ദൈവം ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അത് നടക്കട്ടെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിന് ഒരു പുതിയ പ്രസന്റ് സ്റ്റേജിൽ ഇപ്പോൾ തന്നെ, പ്രത്യേകിച്ച് നമ്മളിപ്പം ഇങ്ങനെ ഒരു രാജ്യത്തൊക്കെ താമസിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും സാഹചര്യവും എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അത് പക്ഷെ എന്നാൽ ഒരുപാട് പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചൊക്കെ മുമ്പോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി യൗവനക്കാരായിട്ടാണെങ്കിലും ഒക്കെ വർഷിപ്പ് ചെയ്യാനും വർഷിപ്പ് ലീഡേഴ്സായിട്ടും ഒക്കെ. അപ്പോൾ അവരോട് പേഴ്സണലി എന്തെങ്കിലും നമുക്കൊന്ന് ഈ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ ഒന്ന് എക്വിപ്പ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ പഠിക്കണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? ദൈവവചനം പഠിക്കാനായിട്ട് എപ്പോഴും ഞാനും അതല്ലെങ്കിൽ എൻ്റെ ചർച്ചിലുള്ളവരോട് പറയുന്നൊരു കാര്യം, നമ്മൾ സ്വന്തമായി തന്നെ ദൈവവചനം പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഓൺലൈനിൽ വിവിധ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏത് ലാംഗ്വേജിലാണെങ്കിലും അതിനാവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓൺലൈൻ ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കേണ്ടവർക്ക് ആ ലെവലിൽ പോയി പഠിക്കാം. അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി എപ്പോഴും നമ്മൾ ദൈവവചനവുമായിട്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. ദൈവത്തിൽ ഇരിക്കുന്ന സമയത്ത് ചില വാക്യങ്ങൾ നമുക്ക് ഹൃദയസ്പർശമായി തോന്നിയാൽ ഞാനും ചെയ്യുന്നൊരു കാര്യമാണ് അണ്ടർലൈൻ ചെയ്യുക മാത്രമല്ല, ഒരു ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അന്നേരം സമയം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിലാണെങ്കിൽ ഒരല്പം ഡീപ്പായിട്ട് ആ വാക്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചൊരു ചിന്തിക്കാനും ഒരു ചിന്ത ഉണ്ടാക്കാനും ഒക്കെ നമുക്കിടയായി. അപ്പം ദൈവവചനം സ്വയമായി പഠിക്കാനൊരു താല്പര്യം, ഒരു ഉത്സാഹം നമ്മുടെ ഭാഗത്തുണ്ടായാലും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വളർച്ച സ്വയമായിട്ട് നമുക്ക് വളരാൻ ഇടയാകും. അതേസമയത്ത് തന്നെ ധാരാളം ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമന്ററീസ്, അതുപോലെ ക്രോസ് റെഫറൻസ് ബൈബിൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ സ്വയമായിട്ടൊരു ലൈബ്രറി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിലൂടെ ധാരാളമായിട്ട് പഠിക്കാൻ കഴിയും ഈ വിഷയത്തിലൂടെ. താങ്ക് യു പാസ്റ്റർ. അത്രത്തോളം ഞങ്ങളോടൊപ്പം എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിന് താങ്ക് യു. ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനും പാസ്റ്റർ കിരണിനെയും വിശേഷാൽ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിലും നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഈ പ്രത്യേക ചാനൽ കടന്നു വന്ന് പിന്നിട്ട വഴികൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയും സമയമായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവഅടിയനെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് ചില വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതലും അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ഈ നിലയിൽ ഈ ചാനലിലൂടെ അത് കർത്താവെ കാര്യങ്ങൾ ക്രമീകരിച്ച് പബ്ലിഷ് ചെയ്യുവാനിടയായി തീർന്നതിനായി സ്തോത്രം. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ ഈ നിലയിൽ ഷെയർ ചെയ്യുമ്പോൾ അത് അനേകർക്ക് വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരണമേ. ഇൻ്റർവ്യൂ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ
പാസ്റ്റർ കിരണെ ഉപയോഗിച്ചല്ലോ. അത് ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ചിന്തകൾ അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞ എല്ലാവർക്കും അത് അനുഗ്രഹത്തിനിടയായി തീരണമേ. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ പകർന്ന് അനുഗ്രഹിക്കണം. കർത്താവിനായി ജീവിപ്പാൻ സഹായിക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ആമേൻ.